ഹലോ everyone and welcome back to my channel. ഇന്ന് ഇപ്പോൾ ഒരു സ്പെഷ്യലി ഒരു സംഭവം കുറച്ച് ദിവസമായിട്ടുള്ള 2-3 ദിവസം ആയിട്ടുള്ള ആ ഒരു ആപ്ലിക്കേഷൻ ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ആ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, എന്താണ് അതിൻ്റെ ഡീറ്റെയിൽ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. ഓരോ കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾ നോക്കുക, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. അഥവാ എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻ്റെ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ മെസ്സേജ് ചെയ്യുക, ഞാനതിന് റിപ്ലൈ ചെയ്യാം. എന്നെ കൊണ്ട് അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ അപ്പം റിപ്ലൈ ചെയ്യും, ഇല്ലെങ്കിൽ അന്വേഷിച്ചിട്ട് റിപ്ലൈ ചെയ്യും. ഓക്കെ, സോ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കീപ് വാച്ചിങ് എവരിവൺ. സോ ഗൈസ്, ഈ ആപ്ലിക്കേഷൻ URPay എന്ന് പറഞ്ഞിട്ട് പുതിയതായിട്ട് അൽറാജി ബാങ്ക്, അതായത് സൗദിയിലുള്ള എല്ലാവർക്കും അറിയാൻ സാധിക്കും അൽറാജി ബാങ്ക് ഏതാണെന്നുള്ളത്. അൽറാജി ബാങ്കിന്റെ തഹ്വീൽ അൽറാജിയുടെ ഓൺലൈൻ പേയ്മെന്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ്. STC പേ പോലത്തെ ഒരു ആപ്ലിക്കേഷനാണ് URPay. പക്ഷേ ഇതിലുള്ള കുറച്ച് ഗുണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് തിങ്, ഇപ്പോൾ ഫസ്റ്റില് ലോഞ്ച് ചെയ്തത് കൊണ്ട് തന്നെ ഒരു പൈസയും നിങ്ങൾക്ക് പേയ്മെന്റ്, അതായത് സർവീസ് ചാർജ് ആയിട്ട് ഒരു പേയ്മെന്റും അതിനകത്ത് വരുന്നില്ല എന്നുള്ളതാണ് ഫസ്റ്റ് ഓപ്ഷൻ. ഇതിന്റെ രണ്ടാമത്തെ ഏറ്റവും വലിയ ബെനിഫിറ്റ് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അയക്കുന്ന എമൗണ്ടിന്റെ 5% നമുക്ക് ക്യാഷ് ബാക്ക് ആയിട്ട് നമ്മുടെ അക്കൗണ്ടിൽ ഇൻസ്റ്റന്റ് ആയിട്ട് ക്രെഡിറ്റ് ആവും. അതാണ് ഇതിന്റെ രണ്ടാമത്തെ ഏറ്റവും ബിഗസ്റ്റ് ഓപ്ഷൻ. ഇതിന്റെ ഏറ്റവും ഒരു ഭയങ്കര സംഭവമായിട്ട് എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അയച്ച് ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ നാട്ടിലെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുകയും ചെയ്തു. ഞാനിപ്പോൾ നൈറ്റിലാണ് ട്രൈ ചെയ്ത് നോക്കിയത്. നൈറ്റിൽ തന്നെ സംഭവം നാട്ടിലെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുകയും ചെയ്തു. ആൻഡ് ഇൻസ്റ്റന്റ് ആയിട്ട്, അതായത് ഒന്ന് റിഫ്രഷ് ചെയ്ത് തിരിച്ച് ഞാൻ കയറിയപ്പോൾ തന്നെ ആ 5% എമൗണ്ട് എൻ്റെ അക്കൗണ്ടിലേക്ക് തിരിച്ച് വരികയും ചെയ്തു. അതൊരു വലിയൊരു സംഭവമായിട്ട് തോന്നി. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഉപയോഗിക്കുന്നവർ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഒക്കെ അവൈലബിൾ ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്ത് തുടങ്ങാം. ഓൾറെഡി അതിൻ്റെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ ഹ്യൂജ് പബ്ലിസിറ്റി ഒന്നും വന്നിട്ടില്ല, പക്ഷേ എന്നിരുന്നാലും സംഭവങ്ങളെല്ലാം വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇനി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇതിനകത്തേക്ക് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നത്, എന്തൊക്കെയാണ് സംഭവങ്ങൾ വേണ്ടത് എന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് നമുക്കൊന്ന് കാണാം. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ കയറിയിട്ട് URPay എന്ന് ടൈപ്പ് ചെയ്യുമ്പോഴത്തേനെ നമുക്ക് ഫസ്റ്റിലേക്ക് കിട്ടുന്ന ഓപ്ഷനാണ് ഈ ആപ്ലിക്കേഷൻ. നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഞാനിപ്പോൾ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടിട്ട് ജസ്റ്റ് ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വിൻഡോ, അവിടുത്തെ ഫസ്റ്റ് ലോഗോയും കാര്യങ്ങളൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നതിന് ശേഷം എന്തൊക്കെയാണ് ഇതിൽ എഴുതി കാണിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. സാധാരണ ഒരു ആപ്ലിക്കേഷൻ തുറക്കുമ്പോൾ കാണിക്കുന്ന പോലെ തന്നെ ഇതിലും കാണിക്കുന്നുണ്ട്. ഒരു പൈസ അയക്കുന്നതിലൊരു മടിയും വേണ്ട, ഇൻസ്റ്റൻ്റായിട്ട് ട്രാൻസ്ഫർ ചെയ്യുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എഴുതി കാണിക്കുന്നു. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഫസ്റ്റ് നമ്മൾ ചെയ്യാനായിട്ടുള്ളത് നമ്മുടെ മൊബൈൽ നമ്പറും നമ്മുടെ ഇക്കാമയും, സൗദിയിലുള്ള ഇക്കാമയും എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് ഐ എഗ്രി എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ആ OTP വന്നതിന് ശേഷം നമ്മളൊരു 4 ഡിജിറ്റ് പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കുക. മറന്നു പോകരുത്. ആ പാസ്വേഡ് 2 പ്രാവശ്യം എൻ്റർ ചെയ്യണം. കൺഫേം ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ അപ്ഷറിൽ ഡയറക്റ്റ്ലി ഇത് അപ്ഷറിൽ രജിസ്റ്റർ ആയതിനു ശേഷം അപ്ഷറിൽ നിന്ന് നമുക്കൊരു OTP വരും. അപ്ഷറിൻ്റെ OTP എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്നത് മെസ്സേജ് ഡയറക്റ്റ്ലി എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻസ് ആണ്, അതായത് ഇമെയിൽ അഡ്രസ്സ്, നമ്മൾ ഏത് സെക്ടറിലാണ് ജോലി ചെയ്യുന്നത്, കമ്പനിയുടെ പേര്, ഇൻകം എങ്ങനെയാണ്, സാലറി ആണോ അത് ബിസിനസ് ആണോ എന്താണെന്നുള്ളത് രജിസ്റ്റർ ചെയ്ത് കൊടുക്കുക. ജോബ് കാറ്റഗറി രജിസ്റ്റർ ചെയ്ത് കൊടുക്കുക. ഏത് കാറ്റഗറിയിലാണ് നമ്മുടെ ഇക്കാമിലെ പ്രൊഫഷനാണോ ചോദിക്കുന്നത് അത് രജിസ്റ്റർ ചെയ്ത് കൊടുക്കുക. ഇൻകം, നമ്മുടെ സാലറി എത്രയാണ് എന്നുള്ളതും എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം ഡ്രോപ്പ് ഡൗൺ ആയിട്ടുള്ള സംഭവങ്ങളെല്ലാം നിങ്ങൾ കാണുന്ന പോലെ ഡ്രോപ്പ് ഡൗണിൽ കിട്ടും. രജിസ്റ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ഫേസ് ID അതല്ലെങ്കിൽ ഫിംഗർ പ്രിൻറ്റ്, നമ്മുടെ മൊബൈലിൽ ഏത് ഓപ്ഷനാണ് അവൈലബിൾ അത് എനേബിൾ ചെയ്ത് കൊടുക്കുക. അതുപോലെ നോട്ടിഫിക്കേഷൻസും എനേബിൾ ചെയ്ത് കൊടുക്കുക. അതിലൊരു പോപ്പപ്പ് മെസ്സേജ് നമുക്ക് കിട്ടും, അത് അലൗ കൊടുക്കുക. ശേഷം വരുന്ന വിൻഡോ ആണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ URPayയുടെ വിൻഡോ. വളരെ സിമ്പിളായിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് കാണാവുന്ന ആപ്ലിക്കേഷൻ. ശേഷം ഇനി മേളിൽ നമ്മുടെ പേര് കാണുന്നുണ്ടാവും. ആ പേരിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിന് ശേഷം രണ്ടാമത്തെ ഓപ്ഷൻ, പേഴ്സണൽ ഇൻഫർമേഷൻ നമ്മൾ ഓൾറെഡി കൊടുത്തു. രണ്ടാമത്തെ ഓപ്ഷൻ നാഷണൽ അഡ്രസ്സ് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. അത് വളരെ നിർബന്ധമാണ്. അത് രജിസ്റ്റർ ചെയ്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. നാഷണൽ അഡ്രസ്സിൽ നമ്മൾ സാധാരണ നേരത്തെ രജിസ്റ്റർ ചെയ്ത് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്തതിന് ശേഷം നമുക്കിത് ഒരു പോപ്പപ്പ് മെസ്സേജ് വരും, സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്, അപ്ഡേറ്റ് ആയിട്ടുണ്ട് എന്നുള്ള മെസ്സേജ് നമുക്ക് കിട്ടും.
ഇനി ഇതിലേക്ക് പൈസ ആഡ് ചെയ്യുന്നതിനായിട്ട് ആഡ് മണി എന്ന് കാണുന്ന ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പല ഓപ്ഷൻസ് നമുക്ക് കാണാം. ഒന്നിൽ നമുക്ക് മറ്റ് വാളറ്റുകളിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യാം, അതുപോലെ തന്നെ ബാങ്ക് ട്രാൻസ്ഫർ കാർഡ് ആഡ് ചെയ്തിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫസ്റ്റ് നമുക്ക് താഴെ കാണുന്ന പേ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. നമുക്കിപ്പോൾ ഇൻ്റർനാഷണൽ ട്രാൻസ്ഫറാണ് നമുക്ക് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇൻ്റർനാഷണൽ ട്രാൻസ്ഫറിൽ ക്ലിക്ക് ചെയ്യാം. ഇൻ്റർനാഷണൽ ട്രാൻസ്ഫറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇനി ചെയ്യാനുള്ളത് നമ്മുടെ ബെനിഫിഷ്യറി ആഡ് ചെയ്യുക എന്നുള്ളതാണ്. സാധാരണ ബാങ്കിൽ ചെയ്യുന്ന പോലെ തന്നെ ബെനിഫിഷ്യറി ആഡ് ചെയ്യുക. നമ്മുടെ കൺട്രി, ഡെലിവറി ഓപ്ഷൻ, നമ്മുടെ കൺട്രി ഏതാണ്, ഇന്ത്യയാണ്. ഇപ്പോൾ ഞാൻ ഇന്ത്യക്കാരനാണ്, അപ്പോൾ ഇന്ത്യ ഞാൻ സെലക്ട് ചെയ്യുന്നു. എല്ലാ കൺട്രീസും അതിനകത്ത് കാണിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ രജിസ്റ്റർ ചെയ്ത്, അതായത് ഇന്ത്യ എഴുതി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഡെലിവറി ഓപ്ഷൻ എന്താണ് എന്നുള്ളതാണ് അടുത്തത് സെലക്ട് ചെയ്യാനുള്ളത്. ഡെലിവറി ഓപ്ഷൻ സെൻഡ് ടു അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യാനായിട്ട് നോക്കണം. നമ്മുടെ അക്കൗണ്ടിലേക്ക് നമ്മൾ സെൻഡ് ചെയ്യുകയാണ്. ആ ഓപ്ഷൻ അക്കൗണ്ട് ഡെപ്പോസിറ്റ് ആണ്. അപ്പോൾ അത് സെലക്ട് ചെയ്തതിന് ശേഷം കറൻസി ഏതാണ് എന്നുള്ളത് നമ്മൾ ഇൻസ്റ്റൻറ്റ് 24/7 എന്നുള്ള ഓപ്ഷൻ വേണം സെലക്ട് ചെയ്യാൻ. ശേഷം നെക്സ്റ്റ് പ്രസ് ചെയ്യുക. അതിന് പിറകെ നമ്മുടെ നാട്ടിലെ ബാങ്കിൻ്റെ ഡീറ്റെയിൽ ആണ്, അതായത് അക്കൗണ്ട് നമ്പർ, നമ്മുടെ നിക് നെയിം, നമ്മുടെ അക്കൗണ്ടിൻ്റെ പേര്, നാട്ടിലെ അക്കൗണ്ടിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കൃത്യമായിട്ടുള്ള പേരും കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെ വേണം എൻ്റർ ചെയ്യാനായിട്ട്. അതിനകത്ത് നമ്മുടെ നാട്ടിലെ ഒരു രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ വേണം. അതുപോലെ തന്നെ നമ്മുടെ റിലേഷൻഷിപ്പ് എന്താണ് അത് മൈസെൽഫ് തന്നെ സെലക്ട് ചെയ്യുക. IFSC കോഡ്, അക്കൗണ്ട് ഡീറ്റെയിൽസ്. സാധാരണ നമ്മൾ ബെനിഫിഷ്യറി ആഡ് ചെയ്യുമ്പോഴത്തേക്ക് എന്തൊക്കെ ഡീറ്റെയിൽസാണ് കൊടുക്കാറുള്ളത് അത് മൊത്തം ഇതിനകത്തേക്ക് ആഡ് ചെയ്തതിന് ശേഷം ഡൺ പ്രസ് ചെയ്യേണ്ടതാണ്. കൃത്യമായിട്ട് ഡേറ്റ ഉറപ്പുവരുത്തുക. ഡൺ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 4 ഡിജിറ്റ് വെരിഫിക്കേഷൻ കോഡ് നമുക്ക് വരും. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നമ്മൾ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്ത ഉടൻ തന്നെ നമുക്കൊരു മെസ്സേജ് വരും. നമ്മുടെ ബെനിഫിഷ്യറി ഓൾറെഡി സക്സസീവ് ആഡ് ആയിട്ടുണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ ഡൺ കൊടുക്കുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് നമ്മുടെ അക്കൗണ്ട് ആഡ് ആയിട്ടുള്ളത് നമുക്ക് കാണാനും സാധിക്കും. ഇനി ആ അക്കൗണ്ടിലേക്ക് തന്നെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളിനി എത്ര എമൗണ്ട് ആണ് ആ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ തൽക്കാലം 500 സെലക്ട് ചെയ്യുകയാണ്. 500 എന്ന് അടിക്കുമ്പോൾ തന്നെ താഴെ അവിടെ എത്ര കിട്ടും എന്നുള്ളത് കൃത്യമായിട്ട് എമൗണ്ട് കാണിക്കുന്നുണ്ട്. ഇതിൽ ഒരു രജിസ്ട്രേഷൻ ഫീസോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കത്തില്ല. ഇപ്പോൾ തൽക്കാലം ഒന്ന് ഞാൻ മാറ്റിയിട്ട് 1000 എന്ന് ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്ക് എത്ര രൂപ കിട്ടും, അതിൽ ഒരു രീതിയിലുള്ള 1 രൂപ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും കുറയുന്നില്ല. തൽക്കാലം ഇപ്പോൾ 500 അയക്കുന്നുള്ളൂ, കയ്യിലത്രേ ഉള്ളൂ. അതിനുശേഷം പർപ്പസ് ഓഫ് ട്രാൻസ്ഫർ, എന്തിനാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നുള്ളത്, അത് എന്തിനാണെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ നേരെ താഴെ ഐ ഡോണ്ട് നോ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. പക്ഷേ അതിന് താഴെ റീസൺ എന്നുള്ളത് നമ്മുടെ കൃത്യമായിട്ടുള്ള റീസൺ നമ്മൾ കൊടുക്കാനായിട്ട് നോക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യമില്ലാതെ കൊടുക്കരുത്, ഫാമിലി തന്നെ കൊടുക്കുക. പ്രൊമോ കോഡ് തൽക്കാലം വിട്ടേക്കുക, അക്സെപ്റ്റ് ചെയ്യുക. ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കിവിടെ കാണിക്കും ഇൻസഫിഷ്യൻറ്റ് ബാലൻസ് ആണ്. നമുക്ക് ബാലൻസ് ഇല്ലല്ലോ, അപ്പോൾ ബാലൻസ് ആഡ് ചെയ്യണമെന്ന് ചോദിക്കും. യെസ് ക്ലിക്ക് ചെയ്യുക. ഞാനിപ്പോൾ തൽക്കാലം ബാങ്ക് കാർഡിൽ നിന്നും ഡയറക്റ്റ്ലി ഞാൻ ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്. അപ്പോൾ ബാങ്ക് കാർഡ് ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ എത്രയാണ് എമൗണ്ട് നമ്മുടെ ബാങ്ക് നമുക്കുള്ള അക്കൗണ്ടിൽ നിന്ന് എത്ര രൂപ നമുക്ക് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്ന് ചോദിക്കും. തൽക്കാലം ഞാൻ 500 അടിക്കുന്നു. 500 നമ്മളവിടെ ഓൾറെഡി കൊടുത്തത്. അതിനുശേഷം നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ആ ഒരു എമൗണ്ട് ക്ലിക്ക് ചെയ്തിട്ട് അവിടെ നമ്മളൊരു കാർഡ്, ഏതാണ് നമ്മുടെ അക്കൗണ്ട്, ഏത് ബാങ്കിലാണ്, ഏത് ബാങ്ക് തന്നെ ആയിക്കോട്ടെ, ആ ബാങ്കിലെ കാർഡ് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. കാർഡ് ആഡ് ചെയ്യുന്നുണ്ടിട്ട് നിങ്ങൾക്ക് അങ്ങനെ ടെൻഷനൊന്നും വേണ്ട. കാർഡ് ജസ്റ്റ് നമ്പർ, നമ്മുടെ കാർഡിൻ്റെ മേലെയുള്ള നമ്പർ, അതുപോലെ പുറകിലുള്ള CVV നമ്പർ, 3 ഡിജിറ്റ് CVV നമ്പർ, എക്സ്പയറി ഡേറ്റ്, നമ്മുടെ പേര്, ഇതാണ് നമ്മൾ കൊടുക്കേണ്ടത്. നമ്മൾ കൊടുക്കുന്ന എത്രയാണ് എമൗണ്ട്, ആ എമൗണ്ട് നമ്മുടെ ഈ വാലറ്റിലേക്ക് ട്രാൻസ്ഫർ ആയി വരും. നമ്മുടെ ബാങ്കിൽ നിന്ന്, ഏത് ബാങ്കിലായിരുന്നാലും ആ രജിസ്റ്റേർഡ് ബാങ്കിൽ നിന്ന് നമ്മുടെ സാധാരണ പൈസ വരുമ്പോഴത്തേക്ക് മെസ്സേജ് വരുന്ന അതേ മെസ്സേജിൽ നിന്ന് തന്നെ നമുക്കൊരു മെസ്സേജ് കിട്ടുകയും ചെയ്യും. OTP നമ്പർ, ആ OTP നമ്പർ എൻ്റർ ചെയ്താൽ മാത്രമേ നമ്മുടെ എമൗണ്ട് ട്രാൻസ്ഫർ ആവത്തുള്ളൂ. ഈ വളരെ ഈസി ആയിട്ട് ട്രാൻസ്ഫർ ആവും. വേറെ നിങ്ങളതിൽ ബേജാറാവേണ്ട കാര്യമില്ല. നമ്മുടെ ഏത് ബാങ്കാണോ ആ ബാങ്കിൽ നിന്ന് തന്നെ നമുക്ക് OTP വരും. ആ OTP നമ്മൾ എൻ്റർ ചെയ്താൽ മാത്രമേ ഈ പൈസ ഇതിലേക്ക് ട്രാൻസ്ഫർ ആവത്തുള്ളൂ. ഇല്ലേ, പൈസ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴത്തേക്ക് 1 രൂപ പോലും നമ്മൾ ഫീസോ വാറ്റോ അടയ്ക്കേണ്ടില്ല. കൃത്യമായിട്ട് നമ്മൾ എത്ര എമൗണ്ട് കൊടുക്കുന്നോ അതേ എമൗണ്ട് തന്നെ നമ്മുടെ വാലറ്റിലേക്ക് ട്രാൻസ്ഫർ ആവും. ഡൺ കൊടുത്ത് കൺഫേം കൊടുക്കുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ പൈസ കൃത്യമായിട്ട് ആഡ് ആയി എന്നുള്ള മെസ്സേജും വന്നു. ഇനി നമ്മൾ തിരിച്ച് ബാക്കിലേക്ക് ചെന്ന് നമ്മുടെ ഐ എഗ്രി ഓപ്ഷൻ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്യുക. കൃത്യമാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ ഒന്ന് നോക്കിയേക്കുക. നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യും. ക്ലിക്ക് ചെയ്ത് അടുത്ത വിൻഡോയിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് ഒന്നുകൂടെ കൺഫേം ചെയ്യും അവർ, ഡീറ്റെയിൽസൊക്കെ ഓക്കെ ആണോ, നിങ്ങൾ കൊടുത്ത എമൗണ്ട് കണ്ടില്ലേ, കൃത്യമായിട്ട് ആ എമൗണ്ട് തന്നെയാണ് കാണിച്ചിട്ടുള്ള. ഒരു ഫീസോ ഒരു വാറ്റോ ഒന്നും തന്നെ അതിലില്ല. റിയാലും റുപ്പീസും കാണിച്ചിട്ടുണ്ട്. അതിനുശേഷം
ഒന്നുകൂടെ ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തിയതിന് ശേഷം കൺഫേം എന്നുള്ള ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുക. കൺഫേം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ സെക്കൻഡ്സ്, വളരെ കുറച്ച് സമയം മാത്രമേ നമുക്ക് വേണ്ടി വരുന്നുള്ളൂ, ഉടനെ തന്നെ നമുക്കൊരു നോട്ടിഫിക്കേഷൻ വരും നമ്മുടെ ട്രാൻസാക്ഷൻ സക്സസ് ആയിട്ടുണ്ട് എന്നുള്ളത്. ഇനി ആണ് മെയിൻ ഒരു സ്റ്റെപ്പ്. നമ്മുടെ ആ ക്യാഷ് ബാക്ക് 5% ക്യാഷ് ബാക്ക് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് അറിയേണ്ടത്. ഡൺ പ്രസ് ചെയ്ത് നമ്മൾ മെയിൻ പേജിലേക്ക് വരുമ്പോഴത്തേക്ക് തിരിച്ചെന്ത് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് അയ്യോ 500 റിയാൽ തന്നെ കാണുന്നല്ലോ, നമ്മളപ്പോൾ പൈസ പോയിട്ടില്ലേ എന്നുള്ളത് നമുക്കൊരു സംശയം വരും. ഒന്ന് റിഫ്രഷ് ചെയ്യുക, അതല്ലെങ്കിൽ ഒന്ന് ലോഗ് ഔട്ട് ചെയ്തതിന് ശേഷം തിരിച്ച് ഒന്നുകൂടെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് 500 രൂപ ഞാൻ ട്രാൻസ്ഫർ ചെയ്ത് നിങ്ങൾക്ക് കാണാം ക്യാഷ് ബാക്ക് പ്രൊമോ എന്നുള്ളത് 25 റിയാൽ തിരിച്ച് നമ്മുടെ അതേ വാളറ്റിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. സൂപ്പർ അല്ലേ? ഇത്രയും നല്ല ഹൈലി നല്ല റേറ്റിൽ തരുന്നുണ്ട്. അതായത് നമ്മൾ സാധാരണ ഗൂഗിളിൽ ജസ്റ്റ് കയറി നോക്കുമ്പോഴത്തേക്ക് കാണുന്നതിന് വളരെ ചെറിയൊരു പെർസെൻറ്റേജ് മാത്രം, ചെറിയൊരു എമൗണ്ട് മാത്രമേ ഡിഫറൻസ് കാണിക്കുന്നുള്ളൂ. പക്ഷേ എന്നിരുന്നാലും ഇതുവരെ സൗദിയിൽ കൊടുക്കുന്നതിൽ ദി ബെസ്റ്റ് റേറ്റാണ് തഹവീൽ ഇപ്പോൾ തരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സക്സസീവായിട്ട് റണ്ണിങ് ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ്. തഹവീൽ ഒരുപാട് നാളായിട്ട് ഈ മണി ട്രാൻസ്ഫറിങ് ഫീൽഡിലുള്ള ഒരു സംഭവം ആയതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അത് ആ ഒരു കാറ്റഗറൈസേഷൻ, ആ ഒരു സ്റ്റാൻഡേർഡിറ്റി അവർ കീപ്പപ്പ് ചെയ്ത് തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. ആൻഡ് 5% ക്യാഷ് ബാക്ക് അത് ഇൻസ്റ്റൻ്റ് ആയിട്ട്, നിങ്ങൾ ഓൾറെഡി കണ്ടതുപോലെ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ തിരിച്ച് വരികയും ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത് ഡൗൺലോഡ് ചെയ്യാനായിട്ടുള്ള ലിങ്ക് പ്ലേ സ്റ്റോറിൻ്റെയും ആപ്പ് സ്റ്റോറിൻ്റെയും ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്ത് പോകാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ കയറിയിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. വളരെ ഈസി ആയിട്ട്, യൂസർ ഫ്രണ്ട്ലി ആണ്. SCG പോലെ തന്നെ വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്. സോ ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ പുതിയ പുതിയ അപ്ഡേറ്റ്സും പുതിയ പുതിയ വിശേഷങ്ങളുമായിട്ടൊക്കെ വീണ്ടും വരുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് മഅസ്സലാം.